100 ദിവസം കൊണ്ട് 100 പാഠങ്ങൾ കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് അല്ലേ നമ്മുടേത്. അതിനകത്തെ 3ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും, നിത്യജീവിതത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ റിപ്പീറ്റ് ചെയ്താണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ ഡയറിയിൽ ഈ സെൻറ്റൻസുകൾ എഴുതുക, എല്ലാ ദിവസവും അത് ഉപയോഗിക്കുക. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ബിസ്ക്കറ്റും കാപ്പിയും കുടിച്ചാലോ എന്ന് നമ്മൾ ചോദിക്കാറില്ല അല്ലേ? നമുക്ക് കുറച്ച് ബിസ്ക്കറ്റും കാപ്പിയും കുടിക്കാം അല്ലേ? ലെറ്റ്സ് ഹാവ് സം കോഫി ആൻഡ് ബിസ്ക്കറ്റ്സ്. ലെറ്റ്സ് ഹാവ് സം കോഫി ആൻഡ് ബിസ്ക്കറ്റ്സ്. അപ്പോൾ നമുക്ക് കഴിക്കാം അല്ലെ കുടിക്കാം എന്നുള്ളതിനൊക്കെ ഹാവ് എന്ന് ഉപയോഗിക്കാം. അപ്പം നമുക്ക് കുടിക്കാന്നുള്ളതാണ് ലെറ്റ്സ് ഹാവ്. ഓക്കെ, ലെറ്റ്സ് ഹാവ്. ഇവിടെ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ചോദിക്കാം ലെറ്റ്സ് ഡ്രിങ്ക് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈറ്റ് എന്ന് ഉപയോഗിക്കാം. അതിൻ്റെ ആവശ്യമുണ്ട്. സത്യത്തിൽ ഈ ഡ്രിങ്കിനും ഈറ്റിനും ഒക്കെ പകരമായിട്ട് നമുക്ക് ഹാവ് എന്ന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണർഷിപ്പ് അല്ലേ, നമുക്കൊന്നും ഉണ്ട്. ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്, ആ ഒരു അർത്ഥമുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ പല അർത്ഥങ്ങളും എവിടെയാണ്, ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നുള്ളത് മനസ്സിലാക്കി വേണം ഉപയോഗിക്കാൻ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഹാവ് സം കോഫി ആൻഡ് കുക്കീസ്. അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ചില സ്ഥലങ്ങളിൽ ബിസ്ക്കറ്റിന് കുക്കീസ് എന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ലെറ്റ്സ് ഹാവ്. നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം, ലെറ്റ്സ് ഹാവ് ആൻ ഐസ്ക്രീം. ലെറ്റ്സ് ഹാവ് ആൻ ഐസ്ക്രീം. നമുക്കൊരു ചിക്കൻ ബിരിയാണി കഴിക്കാം, ലെറ്റ്സ് ഹാവ് എ ചിക്കൻ ബിരിയാണി. ലെറ്റ്സ് ഹാവ് എ ചിക്കൻ ബിരിയാണി. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പറയാം അല്ലേ? ലെറ്റ്സ് ഹാവ് സം കോഫി ആൻഡ് ബിസ്ക്കറ്റ്സ്. ലെറ്റ്സ് ഹാവ് സം കോഫി ആൻഡ് ബിസ്ക്കറ്റ്സ്. ലെറ്റ്സ് ഹാവ് ആൻ ഐസ്ക്രീം. ലെറ്റ്സ് ഹാവ് എ ചിക്കൻ ബിരിയാണി. നമുക്ക് കുറച്ച് ചോറും മീൻകറിയും കഴിക്കാം. നമുക്ക് വളരെ താല്പര്യമുള്ള സാധനം അല്ലേ, കുറച്ച് ചോറും മീൻകറിയും. കം ലെറ്റ്സ് ഹാവ് സം ഫിഷ് കറി ആൻഡ് റൈസ്, അല്ലെങ്കിൽ ലെറ്റ്സ് ഹാവ് സം റൈസ് ആൻഡ് ഫിഷ് കറി. ലെറ്റ്സ് ഹാവ് സം റൈസ് ആൻഡ് ഫിഷ് കറി. ഇപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈറ്റ് എന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം, പക്ഷെ അങ്ങനെ പറയാറുള്ളത് ഞാനിപ്പോൾ പറഞ്ഞല്ലേ. അങ്ങനെ സാധാരണ ഇംഗ്ലീഷുകാർ ഉപയോഗിക്കാറില്ല, അവർ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. കം ലെറ്റ്സ് ഹാവ് സം റൈസ് ആൻഡ് ഫിഷ് കറി. ഇപ്പം നമ്മളതിൽ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ നമുക്ക് 2-3 കഷ്ണം റൊട്ടി കഴിക്കാം അല്ലേ? കം ലെറ്റ്സ് ഹാവ് സം ബ്രെഡ്. അപ്പോൾ ഈ 2-3 കഷ്ണം എന്നുള്ള എവിടെ പോയി? അങ്ങനെ പറയാറില്ല. അത് നമ്മൾ മലയാളത്തിലാണ് അങ്ങനെ പറയുന്നത്. അത് സംബന്ധം പറഞ്ഞാൽ കുറച്ച് എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ അകത്ത് 2-3 കഷ്ണമൊക്കെ ഉണ്ട് അല്ലേ? കം ലെറ്റ്സ് ഹാവ് സം ബ്രെഡ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ എന്താണ് പറയുന്നത്, മലയാളത്തെ അതേപടി നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്. അപ്പോൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്താൽ എന്താ അപകടം എന്നുള്ളത് നമ്മൾ 1ാമത്തെ പാഠത്തിൽ, നമ്മുടെ ഈ ഫുൾ എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ഇട്ട വീഡിയോയിൽ 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് അതിൻ്റെ അപകടത്തെ പറ്റി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ യൂട്യൂബ് പോയിട്ട് ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് ചാപ്റ്റർ 1 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1ാമത്തെ ചാപ്റ്റർ കിട്ടും. ഏതാ നമ്മുടെ ഈ 100 ദിവസത്തെ അല്ല ഞാൻ പറഞ്ഞത്, അതല്ല, അതിന് മുമ്പ് ഞാൻ ഇട്ട 1ാമത്തെ പാഠം നിങ്ങൾക്ക്. അതിനകത്ത് നിങ്ങൾ 1ാമത്തെ ചാപ്റ്ററിൽ നിങ്ങളൊന്ന് കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലായി എന്താണ് നമ്മൾ ഈ മലയാളത്തെ അതേപടി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താലുള്ള അപകടം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണ്, എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നതൊക്കെ ഉള്ളത് നമുക്ക് അതിൻ്റെ അകത്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെന്താണ്, ഇവിടെ നമുക്ക് 2-3 കഷ്ണം റൊട്ടി കഴിക്കാം അല്ലേ? കം ലെറ്റ്സ് ഹാവ് സം ബ്രെഡ്. നിനക്ക് റൊട്ടി ഇഷ്ടമാണോ? നമ്മൾ ചോദിക്കാറുണ്ടല്ലേ, നിനക്ക് ഇന്ന സാധനം ഇഷ്ടമാണോ, നിനക്ക് റൊട്ടി ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ബ്രെഡ്? ഡു യു ലൈക്ക് ബ്രെഡ്? അപ്പോൾ അവർക്ക് ഇഷ്ടമാണോ? ഡസ് ഷീ ലൈക്ക് ബ്രെഡ്? ഡസ് ഷീ ലൈക്ക് ബ്രെഡ്? അദ്ദേഹത്തിന് ഇഷ്ടമാണോ? ഡസ് ഹി. അപ്പോൾ ഈ അദ്ദേഹം, അപ്പോൾ ബഹുമാനം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം നമ്മൾ പറയും, പക്ഷേ ഇംഗ്ലീഷിൽ ഹി തന്നെയാണ് അദ്ദേഹം. ഓക്കെ, ഡസ് ഹി ലൈക്ക് ബ്രെഡ്. ഇനി നിനക്ക് ഫിഷ് കറി ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഫിഷ് കറി? ഡു യു ലൈക്ക് ഫിഷ് കറി? ഇറച്ചിക്കറി നിനക്ക് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് മീറ്റ് കറി? ബീഫ് കറി ആണെങ്കിലോ ഡു യു ലൈക്ക് ബീഫ് കറി അല്ലേ? അതിനൊന്ന് മാറ്റി. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ ഉപയോഗിക്കുന്നത്? ഡു യു ലൈക്ക്. ഡു യു ലൈക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡസ് ഷീ വന്ന് ഡസ് ഷീ ലൈക്ക് എന്ന് വന്നു? അപ്പോൾ നമ്മൾ സിംഗിളർ പ്ലൂറലിനെ പറ്റി നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചാൽ, ഒരാളാണെങ്കിൽ അതിനെ നമ്മൾ സിംഗിളർ എന്ന് പറയും. പക്ഷെ സിംഗിളർ വരുമ്പോഴെപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി, ഒരു കാര്യം ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഡസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഷീ അല്ല രവി വന്നാലോ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഈ സിംഗുലർ എന്നുള്ളത്, നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? സിംഗുലർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. എന്താണ് ഒന്നുള്ളതൊക്കെ സിംഗുലറാണ്. ഓക്കെ, ഉദാഹരണം ഒരു വാച്ച്
എത്രണ്ണം ഉണ്ട്? ഒന്ന്, അവ സിംഗുലറാണ് അല്ലേ? അല്ലെങ്കിൽ ഒരു പട്ടി സിംഗുലറാണ്. ഓക്കെ. 10 പൂച്ച, 10 പൂച്ച ഒന്നിൽ കൂടുതലാണ് അല്ലേ? ഒന്നിൽ കൂടുതലുള്ള എല്ലാം എന്താണ്? പ്ലൂറലാണ്. അപ്പോൾ അങ്ങനെ ഓർത്തിരുന്നാൽ നമ്മളെന്താണ്, നമ്മൾ ലോജിക്കലായിട്ട് നമ്മൾ ഓർത്തിരിക്കുക, അല്ലാതെ നമ്മളൊരു കാണാതെ പഠിക്കുക. ഇപ്പോൾ കാണാതെ പഠിക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ സാധാരണ കാണാതെ പഠിക്കുക എന്നുള്ളത് ബൈ ഹാർട്ട് എന്ന് പറയും. ഓക്കെ, ബൈ ഹാർട്ടല്ല, നല്ലൊരു വാക്ക് മെമ്മറൈസ് എന്നുള്ളതാണ്. മെമ്മറൈസ്. അപ്പോൾ നമ്മൾ ഈ കാണാതെ പഠിക്കരുത്. കാരണം നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. മനസ്സിലാക്കുന്നത് എന്താണ് നമ്മൾ പലപ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങ് പഠിച്ചു പോവുകയാണ് അല്ലേ? സിംഗിൾ എന്താണ്, പ്ലൂറൽ എന്താണെന്നുള്ള അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഗ്രാമറിലേക്കൊന്നും പോകുന്നില്ല, എങ്കിലും വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ്? ഒന്നിൽ കൂടുതലുള്ളതല്ല പ്ലൂറലാണ്, ഒന്നായിട്ടുള്ള എല്ലാം എത്ര ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി, അതൊക്കെ സിംഗിളാണ്. ഓക്കെ. ഇനിയിപ്പോഴും നമ്മൾ ചോദിച്ചു, നിനക്ക് റൊട്ടി ഇഷ്ടമാണ്? ഡു യു ലൈക്ക് ബ്രെഡ്? യെസ് ഐ ഡു. യെസ് ഐ ഡു, എനിക്കിഷ്ടമാണ്. യെസ് ഐ ഡു ലൈക്ക്. വേണ്ട, അത്രയും വേണ്ട. യെസ് ഐ ഡു എന്ന് മാത്രമേ പറയാറുള്ളൂ. നോ ഐ ഡോണ്ട്. അപ്പോൾ അവൾക്ക് ഇഷ്ടമാണ്. ഡസ് ഷി ലൈക്ക് ബ്രെഡ്? യെസ് ഷി ഡസ്. അവിടെ ക്വസ്റ്റ്യൻ ആദ്യം മുതൽ എന്താണെന്ന് അതങ്ങ് അടിച്ചു വിട്ടാൽ മതി. ഓക്കെ. യെസ് ഷി ഡസ്. നോ ഷി ഡസൻ. എനിക്ക് റൊട്ടി ഇഷ്ടമല്ല, പറയാം ഐ ഡോണ്ട് ലൈക്ക് ബ്രെഡ്. പക്ഷേ ഇവിടെ സായിപ്പന്മാർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ അങ്ങനെ തന്നെ പറയാറില്ല. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നത് മനസ്സിലാക്കണം. നമ്മൾ ഈ കട്ട് ആൻഡ് സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ പറയുക എന്ന് പറയത്തില്ലേ, മലയാളത്തിൽ പറയത്തില്ലേ, നേരെ അങ്ങ് പറയുക അല്ലേ? അങ്ങനെ പറയാറില്ല. അവരിച്ചിരി വളച്ച് കിട്ടിയാണ് പറയുന്നത്. ഐ എം സോറി. നമ്മൾ എന്താ അങ്ങനെ പറയും? ഐ എം സോറി, ഐ ഡോണ്ട് ലൈക്ക് ബ്രെഡ്. ഓക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ പറയും അവർ, ഐ ഡോണ്ട് പ്രിഫർ ബ്രെഡ്. ഐ ഡോണ്ട് പ്രിഫർ ബ്രെഡ്. ഇനി അവനിഷ്ടമല്ല, ഹി ഡസൻറ്റ് ലൈക്ക് ബ്രെഡ്. അവനിഷ്ടമല്ല, ഹി ഡസൻറ്റ് ലൈക്ക് ബ്രെഡ്. വളരെ സിമ്പിളാണ് അല്ലേ? അയ്യോ, എനിക്ക് ബ്രെഡ് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ, എനിക്ക് പറ്റത്തില്ല, അതാണ് ഐ കാണ്ട്. ഓക്കെ, ഐ എം സോറി, ഐ കാണ്ട് ഹാവ് ബ്രെഡ്. അതെന്താ പറ്റത്തില്ലാത്ത? അപ്പോഴെന്തൊരു കാരണമുണ്ടല്ലേ? ഐ എം അലർജിക് ടു ബ്രെഡ്. ഓക്കെ, എനിക്ക് ബ്രെഡ് കഴിച്ച അലർജിയാണ് അല്ലേ? ചിലപ്പോൾ ചൊറിഞ്ഞ് തടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടല്ലേ? അപ്പോൾ ഐ കാണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല, അത് എൻ്റെ സാഹചര്യം കൊണ്ടാണ്, എനിക്ക് അങ്ങനെ പറ്റത്തില്ല. ഓക്കെ, ഐ എം അലർജിക് ടു ബ്രെഡ് അല്ലെങ്കിൽ ഐ എം അലർജിക് ടു മിൽക്ക്. നിനക്ക് റൊട്ടി ഇഷ്ടമല്ല അല്ലേ? അപ്പോഴേ നമ്മൾ ഈ അല്ലേ എന്ന് ചോദിക്കുന്നത്, ഇത് നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇതിനെന്താണ് പറയുന്നത്? ഇതിന് ക്വസ്റ്റ്യൻ ടാഗ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അല്ലേ, നിനക്ക് റൊട്ടി ഇഷ്ടമല്ല, അല്ലേ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗിനെ പറ്റി, അല്ലെങ്കിൽ നമ്മൾ ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയും അല്ലേ, അതിനെപ്പറ്റി നമ്മൾ വളരെ വിശദമായിട്ട് നേരത്തെ പഠിച്ചതാണ്. ഇനി പുറകോട്ട് പോയി പഠിക്കേണ്ട ആവശ്യം നമ്മളിപ്പോൾ ഈ പഠിക്കുന്നത് മെമ്മറൈസ് ചെയ്താണ്. ശ്രദ്ധിക്കുക. അപ്പോഴേ റിയലി യു ഡോണ്ട് ലൈക്ക് ബ്രെഡ്, ഡു യു? നിനക്കിഷ്ടമല്ല അല്ലേ? യു ഡോണ്ട് ലൈക്ക് ബ്രെഡ്, നിനക്കിഷ്ടമല്ല. അല്ലേ എന്നുള്ളതാണ് ഡു യു. നിനക്ക് റൊട്ടി ഇഷ്ടമാണല്ലേ? ഇവിടെ തിരിഞ്ഞു അല്ലേ? നേരത്തെ റൊട്ടി ഇഷ്ടമല്ല അല്ലേ എന്നുള്ളതാണ് അല്ലേ? ഇവിടെ നിനക്ക് റൊട്ടി ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ഈ ആദ്യത്തെ സെൻറ്റൻസിൽ നോട്ട് വന്നാൽ നമ്മൾ അവസാനം ഈ ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുന്നതിൻ്റെ അകത്ത് നോട്ട് ചേർക്കത്തില്ല. ഇവിടെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ അകത്ത് നോട്ടൊന്നുമില്ല. യു ലൈക്ക് ബ്രെഡ്, നിനക്ക് ഇഷ്ടമാണ് അല്ലേ? ഡോണ്ട് യു. ശ്രദ്ധിക്കുക, അതാണ് എൻ്റെ വ്യത്യാസം. നിങ്ങൾ അത്രയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരുപാട് ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് പോകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു കാര്യം നമുക്ക് ഇംഗ്ലീഷിൽ അങ്ങ് മനസ്സിലാകുന്നില്ല, എന്ത് മനസ്സിലാകുന്നില്ല, നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട. ഫൊഗറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതങ്ങ് മറന്നേക്കുക, അതങ്ങ് വിട്ടേക്കുക അല്ലേ? ഇനി ബാക്കിയുള്ളത് നമ്മൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇതിപ്പോൾ പറഞ്ഞു തരുന്ന ആൾ കൃത്യമായിട്ടാണ് പറഞ്ഞു തരുന്നതെന്നുള്ളത് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം? നമ്മൾ മെമ്മറൈസ് ചെയ്യുക, അത് ഉപയോഗിക്കുക. അതിൻ്റെ ലോജിക്ക് അത് എന്തുകൊണ്ട് വന്നു എന്നൊന്നും ചിന്തിക്കേണ്ട. അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. നിനക്ക് റൊട്ടി ഇഷ്ടമല്ല അല്ലേ? യു ഡോണ്ട് ലൈക്ക് ബ്രെഡ്, ഡു യു? നിനക്ക് റൊട്ടി ഇഷ്ടമാണല്ലേ? യു ലൈക്ക് ബ്രെഡ്, ഡോണ്ട് യു? സമയം എന്നായി? നമ്മളെപ്പോഴും ചോദിക്കുന്നത് സമയം എന്നായി? വാട്ട് ടൈം ഈസ് ഇറ്റ്? അപ്പോൾ നമ്മളോട് പറയണം ഇറ്റ്സ് 6, 6 മണി. അപ്പോൾ നമുക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് 6 o'clock എന്ന് പറയണോ, അല്ലെങ്കിൽ 6 PM, വൈകുന്നേരമാണെങ്കിൽ 6 PM എന്ന് പറയണോ എന്ന് നമ്മളങ്ങനെ പറയണം. ഇറ്റ്സ് 6 എന്ന് പറഞ്ഞാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരാളായിരിക്കും സമയം ചോദിക്കുന്നു. ഇപ്പം അങ്ങനെ ആരും ചോദിക്കാറില്ലല്ലേ സമയം? ഈ അടുത്തുള്ള ആളാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാമല്ലോ രാവിലെയാണോ രാത്രിയാണോ എന്ന്, അല്ലെ വൈകുന്നേരമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്ര ഒന്നും വിശദീകരിക്കുന്നത്. ഇറ്റ്സ് 6 എന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ
നമ്മൾ 6 AM എന്ന് പറയണോ അല്ലെങ്കിൽ 6 PM എന്ന് പറയണോ അങ്ങനെ പറയാറില്ല. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത് ചോദിച്ചാൽ 6 in the evening എന്ന് പറഞ്ഞാൽ എന്താ വൈകുന്നേരം 6 മണി, 6 in the morning എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി എന്നാണ് പറയുന്നത്. അപ്പോൾ o'clock ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ സമയം 10:30 അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ചിലപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ വിദേശികൾ പറയുന്നത് ചിലപ്പോൾ അവർ വേറെ രീതിയിലാണ്. ഇറ്റ്സ് 10:30, 10:30, 10:30. നമ്മൾ 10:30 എന്നാണ് പറയുന്നത് അല്ലേ, പക്ഷെ അവരങ്ങനെയല്ല പറഞ്ഞത്, ഇറ്റ്സ് 10:30 എന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ വളരെ വിശദമായിട്ട് സമയം എങ്ങനെ പറയാമെന്നുള്ളത് നമ്മൾ പഠിച്ചാണ്. വേറെ ചാപ്റ്ററിൽ സമയത്തെപ്പറ്റി മാത്രം നമ്മൾ സംസാരിച്ചാണ് അല്ലേ. അപ്പോൾ നമ്മൾ അത്രയൊന്നും കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യമില്ല. നമുക്കൊരു പണിയാം, ഇറ്റ്സ് 10:30 എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ 11:45 എന്നുള്ളത് എങ്ങനെയാണ് പറയുന്നത്? ഇംഗ്ലീഷുകാർ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11:45 എന്നാണ് പറയുന്നത്. നമ്മൾ അത്രയും പോകണ്ട അല്ലേ, 11:45 എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ചാൽ 11:45 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് സമയം ചോദിക്കാം, വാട്ട് ടൈം ഈസ് ഇറ്റ്, വാട്ട് ടൈം ഈസ് ഇറ്റ്, ഇറ്റ്സ് 6, ഇറ്റ്സ് 10:30 അല്ലെങ്കിൽ 11:45. നമ്മളൊരു കൂട്ടുകാരനെ വീട്ടിൽ ചെന്നിട്ട് അവൻ എന്തിയേ എന്ന് ചോദിക്കത്തില്ലേ അല്ലേ, അവൻ എന്തിയേ, വേർ ഈസ് ഹി, അല്ലെങ്കിൽ ടോം എന്തിയേ, വെർ ഈസ് ടോം, വെർ ഈസ് ടോം. നമ്മൾ അങ്കിളെ ടോം എന്തിയേ, അങ്കിൾ വെർ ഈസ് ടോം, വെർ ഈസ് ടോം. അപ്പോഴും നമ്മുടെ സാധാരണ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉത്തരവൊക്കെ കിട്ടുന്നത് അല്ലേ. അവൻ അവിടെ എങ്ങാണ്ടുണ്ട് അല്ലേ, എങ്ങനെ പറയാം, ഈസ് ദേർ സംവെയർ, ഈസ് ദേർ സംവെയർ. അവൻ അവിടെ എവിടെയുണ്ട്, ഈസ് ദേർ സംവെയർ, ഈസ് ദേർ സംവെയർ. അവൻ അവിടെ എന്നാ എടുക്കുക, വാട്ട് ഈസ് ഡൂയിങ് ദർ, വാട്ട് ഈസ് ഇറ്റ് ഡൂയിങ് ദർ, വാട്ട് ഈസ് ഇറ്റ് ഡൂയിങ് ദർ. അവനെ കൊണ്ട് ഞാൻ മടുത്തുന്നത്, ഐ എം ഫെഡ് അപ്പ് വിത്ത് ഹിം, ഐ എം ഫെഡ് അപ്പ് വിത്ത് ഹിം. അവൻ അവിടെ ഇരുന്നൊരു ബിയർ അടിച്ചുകൊണ്ടിരിക്കുക, ഹീസ് ഹാവിങ് സം ബിയർ, ഹീസ് ഹാവിങ് സം ബിയർ. അങ്ങനെ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്ന് ആരും പറയാറില്ലേ, അവൻ അവിടെ നിന്ന് കാപ്പ് കുടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞല്ലേ, ഹീസ് ഹാവിങ് സം കോഫി, ഹീസ് ഹാവിങ് സം കോഫി, ഹീസ് ഹാവിങ് സം ബിയർ. അപ്പോൾ ഈ ബിയർ അടിക്കുക എന്നുള്ളതിനോ, അതാണ് ഞാൻ പറഞ്ഞത്, എന്താണ് കഴിക്കുക, എന്ത് കഴിക്കുകയാണെങ്കിലും കുടിക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് എന്താണ് പറയുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ടാണ് ഹാവിങ് എന്ന് പറയുന്നത് അല്ലേ. ഹീസ് ഹാവിങ് സം ബിയർ അല്ലെങ്കിൽ ഹീസ് ഹാവിങ് സം കോഫി. അവൻ ബിയർ അടിച്ചുകൊണ്ടിരിക്കുക, എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ. then let's go there. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ കരുതാണ്. ഞാൻ പറഞ്ഞോളൂ തന്നെ, നമ്മൾ ഇത് കൃത്യമായിട്ട് നമ്മൾ ഡയറിയിൽ എഴുതി നമ്മുടെ കയ്യിൽ വെക്കുക. ചെറിയൊരു ഡയറിയിൽ നമ്മൾ ഇത് ഉപയോഗിക്കുക. ഏത് സാഹചര്യം കിട്ടിയാലും നമ്മൾ ഉപയോഗിക്കുക. എന്ത് ഭാഷ നമ്മൾ പഠിക്കുന്നത് റിപ്പീറ്റ് ചെയ്താണ്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.